ഇപ്പൊ ഈ ഒരു സിനിമ, ഇപ്പൊ വിജയൻ സാറിന്റെ ഈ ഒരു സിനിമയുടെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, ഇത്രയും ദിവസം ഉറങ്ങാതിരുന്നു, ഇത്രയും പാമ്പുകളുടെ കൂട്ടത്തിൽ വർക്ക് ചെയ്തു, കഷ്ടപ്പെട്ട് അത്രയും സ്ട്രെയിൻ ചെയ്ത് വർക്ക് ചെയ്തു. ഈ ഒരു എക്സ്പീരിയൻസ് പിന്നീട് വന്ന സിനിമകളിലേക്ക് ഒരു എന്താ അനുഭവ സമ്പത്തായിട്ട് എടുക്കാൻ? തീർച്ചയായിട്ടും. പാമ്പുകളുടെ കാര്യം ഞാൻ പറഞ്ഞില്ല വീണ്ടും. അപ്പോൾ ഈ സെറ്റിലേക്ക് പിറ്റേ ദിവസത്തെ ഷൂട്ടിങ്ങാണ്. ഞാൻ പോയി അന്ന് റെസ്റ്റ് എടുത്തു. പിറ്റേ ദിവസം ഷൂട്ടിങ്ങിന് എല്ലാവരും വന്നു, ആർട്ടിസ്റ്റെല്ലാം വന്നു. നോക്കുമ്പോൾ ഒരു 2-3 ചാക്ക് അങ്ങോട്ട് വരിക. ഇങ്ങനെ വലിയ ഒരു ചാക്ക് നിറയെ സാധനങ്ങൾ. നോക്കുമ്പോൾ എന്താണ് പറഞ്ഞാൽ ഫുള്ള് പാമ്പാ. ഒരു 200 പാമ്പ്, ജീവനുള്ള പാമ്പാ. അപ്പോൾ ഇതിനെ കൊണ്ടുവന്ന് അന്ന് ഈ ബാറ്ററി ബോക്സ് ഇട്ട് ക്യാമറാമാന് അനങ്ങാൻ പറ്റൂല. പാമ്പ് വന്ന് കാലിൻ്റെ അടിയിൽ വന്ന് തൊട്ടാൽ കൂടെ നമുക്ക് അനങ്ങാൻ പറ്റൂല. ക്യാമറാമാനൊന്നും ചെയ്യാൻ പറ്റില്ല. എന്താ പറഞ്ഞാൽ ഫിലിം പോവും. ഇത് ഓടിക്കൊണ്ടിരിക്കുക. ഇത് തുറന്നു വിട്ടാൽ പാമ്പ് ഓടാൻ തുടങ്ങും മൊത്തം. എല്ലാം ചെന്നിച്ചെതറി ഓരോ ദിക്കിലും. സെറ്റിൻ്റെ അകത്ത് ഫുള്ള് പാമ്പാ. ഞാൻ ഈ ബാറ്ററി വെച്ചിട്ട്, ബാറ്ററി എന്ന് പറഞ്ഞാൽ അന്ന് ഒരു ചുരുങ്ങിയത് ഒരു ജസ്റ്റ് ഒരു 1/2 അടി ഹൈറ്റ് ഉള്ള ഒരു ബോക്സാണ്. ആ ബോക്സിന്റെ മേലെ കയറി നിന്ന് ഷോട്ട് എടുക്കുമ്പോൾ ഒരു പാമ്പ് കാലിന്റെ അടിയിലെ കൂടി നുഴഞ്ഞു പോവുക. ഇതെല്ലാം കൂടി മൊത്തത്തിൽ ക്യാമറ വിട്ടിട്ട് പോകാനും പറ്റൂല.